ഇന്നത്തെ തലമുറയിലെ അച്ഛനമ്മമാര് കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ചില കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ആശയം. ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെങ്കിൽ മുഴുവനും കാണണം കേട്ടോ. എങ്കിലേ നിങ്ങൾക്ക് അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാനാവുള്ളൂ. നിങ്ങളുടെ കുട്ടി 38 വയസ്സിൽ EMI അടയ്ക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ, വീട് വയ്ക്കാൻ പണം തികയാതെ ലോൺ തേടി ഓടി നടക്കുമ്പോൾ, അന്ന് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി വളർത്തിയിരുന്നു എങ്കിൽ എൻ്റെ കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല, കുറച്ചുകൂടി നല്ല ജോലി കിട്ടിയേനെ. ഇങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാവുകയാണ് എങ്കിൽ അന്ന് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഇപ്പോഴേ തുടങ്ങണ്ടേ? കുട്ടിയുടെ ഭാവി ഒരു ദിവസം പെട്ടെന്നുണ്ടാകുന്നതല്ല. കുട്ടി ഇന്ന് എങ്ങനെ പഠിക്കുന്നു, ഇന്ന് സമയത്തെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കുന്നു, മൊബൈലിനോട് എത്രമാത്രം അടിമപ്പെടുന്നു, എത്രമാത്രം അകന്നു നിൽക്കുന്നു, ഒരു ജോലി പൂർത്തിയാക്കാൻ എത്ര ഉത്തരവാദിത്തം കാണിക്കുന്നു, പരാജയം വന്നാൽ വീണ്ടും ശ്രമിക്കുന്നുണ്ടോ, രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങുന്നുണ്ടോ, അതോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇവയെല്ലാമാണ് നാളത്തെ അവൻ്റെ ജീവിതം നിർമ്മിക്കുന്നത്. പഠനം എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ മാർക്ക് വാങ്ങുക മാത്രമല്ല. ശ്രദ്ധിക്കാൻ പഠിക്കുക, നിരീക്ഷിക്കാൻ പഠിക്കുക, ചിന്തിക്കാൻ പഠിക്കുക, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പഠിക്കുക, സമയത്ത് ജോലി പൂർത്തിയാക്കാൻ പഠിക്കുക, പുതിയ കഴിവുകൾ നേടാൻ പഠിക്കുക. ഇവയെല്ലാം കുട്ടിയുടെ ഭാവിയിലെ തൊഴില്, വരുമാനം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ജീവിത നിലവാരം, കിട്ടുന്ന പങ്കാളിയുടെ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ ജീവിത നിലവാരം, ഇതെല്ലാം നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് കുട്ടി പഠനം മാറ്റിവെച്ച് മൊബൈലിൽ മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ അവർ നഷ്ടപ്പെടുത്തുന്നത് കുറച്ച് സമയമല്ല, കുട്ടിയുടെ ശ്രദ്ധയാണ് നഷ്ടപ്പെടുത്തുന്നത്. ശീലം, പുതിയ ശീലമാണ് ഉണ്ടാക്കുന്നത്. ക്ഷമയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. പെട്ടെന്ന് സന്തോഷത്തിനുള്ള കാര്യങ്ങൾ വരാനായിട്ട് കുട്ടി ശ്രദ്ധിക്കും. സ്വയം നിയന്ത്രണം ഇല്ലാതാവുകയാണ്. ഭാവിയിൽ അവസരങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശേഷി അതോടെ നഷ്ടമാവുകയാണ്. പിന്നീട് നല്ല ജോലി കിട്ടാതെ വരുമ്പോൾ, വരുമാനം പോരാതെ വരുമ്പോൾ, ഓരോ മാസവും EMI അടയ്ക്കേണ്ടി വരുമ്പോൾ, വാടക കൊടുക്കേണ്ടി വരുമ്പോൾ, ചികിത്സ, കുട്ടികളുടെ പഠനം എന്നിവയ്ക്കായി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ, ആ പ്രശ്നത്തിന്റെ വേരുകൾ പലപ്പോഴും ബാല്യത്തിലെ ശീലങ്ങളിലായിരിക്കും കിടക്കുക. ഒരു കാര്യം കുട്ടികൾക്ക് ബാല്യം മുതൽ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിന്റെ ജീവിതം രക്ഷിക്കേണ്ടത് നീ തന്നെയാണ്. ഒരു കാലത്ത് നീ സ്വന്തമായി ജീവിക്കേണ്ടി വരും. അച്ഛന്റെയും അമ്മയുടെയും സപ്പോർട്ട് ഇല്ലാതെ സ്വന്തമായി ജീവിക്കേണ്ടി വരുമ്പോൾ നിന്റെ വരുമാനം നീ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിച്ച് അതിൽ പ്രവർത്തിച്ച് ചെയ്യുകയാണെങ്കിൽ നിനക്ക് അത്രയേറെ മാനസിക ഉല്ലാസം കൂടി കിട്ടും. ഇത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കണം. വായ കൊണ്ട് ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല, ജീവിതത്തിൽ മനസ്സിലാക്കി കൊടുക്കണം. അച്ഛനും അമ്മയ്ക്കും കുട്ടിക്ക് ധാരാളം സ്നേഹം നൽകാം. വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ നൽകാം. പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാം, നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാം, ഫീസ് അടയ്ക്കാം, വഴി കാട്ടാം, വീണാൽ എഴുന്നേൽപ്പിക്കാം. പക്ഷേ കുട്ടിയുടെ പകരം പഠിക്കാൻ അച്ഛനമ്മമാർക്ക് സാധിക്കില്ല. കുട്ടിക്ക് പകരം പരീക്ഷ എഴുതാൻ മറ്റൊരാൾക്കും സാധിക്കില്ല. കുട്ടിക്ക് പകരം കഴിവുകൾ നേടാൻ വേറൊരാൾക്കും സാധിക്കില്ല. കുട്ടിക്ക് പകരം ജോലി ചെയ്യാൻ വേറൊരാൾക്കും സാധിക്കില്ല. കുട്ടിക്ക് പകരം ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കാനും ആർക്കും കഴിയില്ല. കാരണം കുട്ടിയുടെ മാത്രം ജീവിതമാണത്. അതുകൊണ്ടാണ് പറയുന്നത്, അവനവനല്ലാതെ മറ്റൊരാൾക്കും ആരെയും പൂർണ്ണമായും സംരക്ഷിക്കാൻ സാധിക്കില്ല. ഇത് കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട 100% ഉത്തരവാദിത്വം അച്ഛന്റെയും അമ്മയുടേതുമാണ്. ഇത് മനസ്സിലാക്കാതെ ഒരു കുട്ടിയെ വളർത്തിയാൽ ആ കുട്ടിക്ക് ഭാവിയിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളുടെ 100% ഉത്തരവാദിത്വവും അച്ഛനമ്മമാർക്ക് തന്നെയാണ്. ഇത് കുട്ടിയെ ഭയപ്പെടുത്താൻ പറയേണ്ട വാക്കല്ല. കുട്ടിയെ ഉത്തരവാദിത്തമുള്ളവനാക്കാൻ നമ്മൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ട ഒരു സത്യമാണ്. നിന്റെ പഠനം നിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, നിന്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയാണ്. നീ ചെയ്യുന്ന
ജോലി മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നീ വളർത്തുന്ന നല്ല ശീലങ്ങൾ നാളെ നിനക്ക് കടബാധ്യതയില്ലാതെ ആത്മവിശ്വാസത്തോടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളതാണ്. അത് കുട്ടിയെ സംബന്ധിച്ച കാര്യം. ഇങ്ങനെ പഠനത്തിന്റെ കാര്യകാരണ ബന്ധം കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണം. പഠിക്കാത്തതിന് ശാസിച്ച് കരയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് പഠനം ജീവിതവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുകയാണ്. മാർക്ക് കുറഞ്ഞാൽ അപമാനിക്കരുത്, പക്ഷേ ഉത്തരവാദിത്തം ഒഴിവാക്കാനും അനുവദിക്കരുത്. സ്നേഹത്തോടെ ചോദിക്കൂ, നിനക്ക് എങ്ങനെയുള്ള ഭാവി ജീവിതമാണ് വേണ്ടത്? നിന്റെ സ്വപ്നം എന്താണ്? ആ സ്വപ്നത്തിനായി നീ ഇന്ന് ചെയ്ത ഒരു ചെറിയ പ്രവൃത്തി എന്താണ്? എല്ലാം കൂടെ ചെയ്യാൻ പറയുന്നില്ല. ചെറിയൊരു പ്രവൃത്തി ബോധപൂർവം ചെയ്യുക. ആ ബോധപൂർവം ചെയ്യുന്ന അവസ്ഥയിലാണ് കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നത്. കുട്ടി പഠനത്തെ സ്വന്തം ഭാവിയുടെ ഉപകരണമായി കാണണം. മാതാപിതാക്കളുടെ സമ്മർദ്ദമായി ഒരിക്കലും കാണരുത്. ഇന്ന് കുട്ടിക്ക് പഠനത്തിന്റെ വില മനസ്സിലാക്കി കൊടുക്കാതെ ജീവിച്ചാൽ നാളെ മാതാപിതാക്കൾക്ക് കുറ്റബോധം തോന്നാം. പക്ഷെ ഇന്ന് തന്നെ മാറ്റം തുടങ്ങേണ്ടതുണ്ട്. വീട്ടിൽ പഠനത്തിന് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുക. മൊബൈലിന് സമയപരിധി വെക്കുക. സമയം പാലിക്കാൻ പരിശീലിപ്പിക്കുക. ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. പണം, ജോലി, സമ്പാദ്യം, ചെലവ് എന്നിവയെക്കുറിച്ച് പ്രായത്തിനനുസരിച്ച് സംസാരിക്കുക. കുട്ടിയുടെ അടുത്ത് കുട്ടിക്ക് പണം ചിലവാക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക. കുട്ടിയെ സാധനങ്ങൾ വാങ്ങാൻ വിടാം. എന്ത് സാധനങ്ങൾ വാങ്ങണമെന്ന് ലിസ്റ്റ് എഴുതാൻ പറയാം. സാധനങ്ങൾ വാങ്ങി വന്നാൽ ബാക്കി എത്ര തുകയുണ്ടെന്ന് ബോധ്യപ്പെടുത്തി ഡൈനിങ് ടേബിളിൽ വെക്കുകയോ അമ്മയുടെയോ അച്ഛന്റെയോ കൈകളിൽ കൊടുക്കുകയോ ചെയ്യാൻ പറയാം. കുട്ടി സ്വന്തമായിട്ട് അങ്ങനെ പണം കൈകാര്യം ചെയ്തു വരുമ്പോൾ പണത്തിന്റെ വാല്യൂ മനസ്സിലാകും. അച്ഛന്റെയും അമ്മയുടെയും പൈസയല്ല, എന്റെ കയ്യിലെ പൈസ ഞാൻ ചെലവാക്കുന്നു എന്നുള്ളൊരു ബോധ്യം വരുമ്പോൾ കുട്ടി സൂക്ഷിച്ച് ചെലവാക്കും. കുട്ടിക്ക് വിഷു കൈനീട്ടമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സമ്മാനങ്ങളോ കിട്ടിയ ഒരു ചെറിയ തുക എടുത്ത് അത് ചെലവാക്കാൻ കുട്ടിയോടൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പോഴറിയാം കുട്ടി എത്ര കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന്. കുട്ടിയെ എല്ലായ്പ്പോഴും രക്ഷിച്ചുകൊണ്ട് സംസാരിക്കാൻ നോക്കണ്ട. കുട്ടിയെ സ്വയം രക്ഷപ്പെടാൻ ആവശ്യമായ കഴിവുകൾ പരിശീലിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം നിങ്ങൾ വളർത്തുന്നത് ഇന്ന് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയെ മാത്രമല്ല, നാളെ സ്വന്തം കുടുംബത്തെയും ജീവിതത്തെയും ഉത്തരവാദിത്തത്തോടെ നയിക്കേണ്ട ഒരു മനുഷ്യനെയാണ്. ഇന്ന് ബോധ്യപ്പെടുത്തൂ, ഇന്ന് ശീലിപ്പിക്കൂ, ഇന്ന് ചെറിയ ആക്ഷൻ എടുക്കൂ. നാളെ കണ്ണീരോടെ എന്റെ തെറ്റായിരുന്നു ഇത് എന്ന് ചിന്തിക്കാൻ ഇടവരാതെ നമുക്ക് കോൺഷ്യസ് പേരന്റിംഗ് ആണ് പഠിക്കേണ്ടത്, പരിശീലിക്കേണ്ടത്. ബോധപൂർവം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വന്നാൽ ബോധപൂർവം വിജയിക്കുന്ന കുടുംബങ്ങളെ ആയിരിക്കാം നിങ്ങൾ സൃഷ്ടിക്കുക. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. നമുക്ക് ചെറിയ ചെറിയ ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ വാട്സാപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കവിടെ എല്ലാ ദിവസവും ഒരു ആശയം വെച്ച് കിട്ടുന്നുണ്ടാവും. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക. ബൈ. വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്തിക്കോളൂ.